പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാസ്ഥാനപ്പെടുത്തേണ്ട ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അത് കുടുംബ ജീവിതമാണെങ്കിലും ആത്മീയ ജീവിതമാണെങ്കിലും ഭൗതിക ജീവിതമാണെങ്കിലും ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടവണ്ണം ഇരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇരിക്കേണ്ടവണ്ണം ഇരുന്നിട്ട് വിളിക്കേണ്ടവണ്ണം വിളിക്കുമ്പോൾ ഉത്തരമരുന്ന ആമേൻ മാറാത്ത ദൈവത്തെയാണ് എന്ന് രാത്രികാലം നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുക. അവന്റെ ദൂതകൾക്കായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്ന രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിനെ പറയുവാനുള്ളത് നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. എനിക്ക് കഴിയത്തില്ല എന്ന് പറയുന്ന അവസ്ഥകൾ മാറ്റിവെച്ചിട്ട് നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എത്ര എന്ന രാത്രികാലം ദൈവം തന്ന ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ശക്തമായി ദൈവത്തെ സ്തുതിക്കാനാ, ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനാ കർത്താവ് എന്ന് പറയാൻ പോകുന്നത്. നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യം. 1 Corinthians chapter 6 verse 19 and 20. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ സാധാരണക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. ഓത്രം ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ഒന്ന് പറയുവാനുണ്ട്. ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ മുഴുവനും ദുഷ്ടതയാ. ദൈവ സ്നേഹത്തിൽ ക്രിസ്തേശുവിനാൽ വീണ്ടെടുക്കൽ പ്രാപിച്ച ദൈവജനത്തിന് പറയുവാനുണ്ട്, എന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവാ. സ്തോത്രം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്ക് ഉള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? വെരി ക്ലിയർ. സ്തോത്രം. നമ്മൾ നമുക്കുള്ളവരല്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആർക്കുള്ളതല്ല. ഇവിടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുന്ന ശരീരം ക്രിസ്തേശുവിനാൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. മറ്റൊന്ന്, ദുഷ്ടപിശാച് അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ശരീരമാണ്. ദുഷ്ടപിശാചിന് അവകാശം പറയുവാനുണ്ട്. എവിടെ കളവറ്റിയിരിക്കുന്നു എന്ന് നോക്കുക അവന്റെ പണി. ഭയം, നിരാശ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, വേവലാതികൾ കൊണ്ടുവരിക, ആമേ നമ്മുടെ മാനസികമായി ശാരീരികമായി തകർത്ത് കളയുക, ആമേ പാപത്തിലേക്ക് നമ്മളെ നയിക്കുക, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇത് ദുഷ്ടപിശാചിന്റെ പദ്ധതിയാണ്. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മകനെ അതല്ല ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മളെ നയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ ഏത് ഭാഗത്താണെന്ന് രാത്രികാലം ദൈവമക്കളാകുന്ന നമുക്കായിരിക്കുവാൻ ആഗ്രഹം, ആ ആഗ്രഹം വെച്ച് ആ ആഗ്രഹത്തോട് അതിരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആമേൻ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മക്കള് നമ്മളറിയാതെ പറ്റിയ മാലിന്യങ്ങൾ വിട്ടോടുകയും ആമേൻ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേലെ ഇറങ്ങി വരികയും ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ പറ്റുന്ന പൊടിപടലങ്ങളുണ്ട്. ഒരു കാർ ഓട്ടിച്ചു പോകുമ്പോൾ, ഒരു വാഹനം ഓട്ടിച്ചു പോകുമ്പോൾ നമ്മൾ ബാക്കിലോട്ടൊന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് അറിയാം, കാണാൻ കഴിയും പൊടിപടലങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. പൊടിപടലങ്ങൾ പൊങ്ങുന്നുണ്ടല്ലോ. ആമേൻ. അല്ലെങ്കിൽ എന്റെ സ്പീഡ് കുറയ്ക്കാൻ
വയ്ക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തടസ്സമുണ്ടാകും. ആമേൻ. വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്നവൻ കെയർ ചെയ്യുന്നില്ല, പൊടി പടരുന്നുവോ, അവിടെ വെള്ളം പൊട്ടി ഒലിക്കുന്നു, ഇതൊന്നും അവനൊരു വിഷയമല്ല. അവന്റെ വിഷയം അവന്റെ വാഹനത്തിനകത്തിരിക്കുന്നവർ ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റ് ടൈമിന് സുഖഭദ്രതയോടുകൂടി എത്തിച്ചേരുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ ആത്മീയ ജീവിതം നമ്മൾ മുൻപോട്ട് ഓടുമ്പോൾ ആമേൻ തൂണികൾ നമുക്കെതിരായി പൊങ്ങിയെന്ന് വരും. ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. Don't care it. Praise the Lord. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പൊങ്ങുന്ന പൊടികൾ പൊങ്ങട്ടെ. ആമേൻ. ഹല്ലേലൂയാണ്. ആമേൻ. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവനുണ്ട്. അവൻ അടക്കേണ്ടതിനെ അടക്കിക്കൊള്ളും. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഈ പൊടി പോലെ വ്യാപരിക്കുന്നുവെന്ന് മനോഭാരത്തോടു കൂടിയിരിക്കുന്ന ദൈവം പൈതലേ, ഈ പൊടി പൊങ്ങി വരുന്നുവെങ്കിലും അത് വീണ്ടും താഴേക്കാണ് വരുന്നത്. സ്വതന്ത്രം. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പൊങ്ങി ഉയർന്നു വരുന്നുവെങ്കിലും അതിന് താഴേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആമേൻ. വാഴ്ത്തം ദൈവം മക്കൾക്കുള്ളതാണ്. ദൈവകൃപയ്ക്കായി ദൈവത്തിന് വാഴ്ത്തം എനിക്കുള്ളതാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അടുത്തിരിക്കുന്നവർക്ക് കാര്യം കൊടുത്ത് പറയുവാൻ കഴിയുമോ വാഴ്ത്തം എനിക്കുള്ളതാണ്? 2-3 പേർക്ക് കാര്യങ്ങൾ കൊടുത്തങ്ങോട്ട് പറഞ്ഞോട്ടെ. വാഴ്ത്തം നമുക്കുള്ളതാണ്. വാഴ്ത്തം നമുക്കുള്ളതാണ്. വാഴ്ത്തം എനിക്കുള്ളതാണ്. വാഴ്ത്തം എനിക്കുള്ളതാ ദൈവജനമേ. വാഴ്ത്തപ്രകാരം നമ്മളെ വിളിച്ചിരിക്കുക. വാഴ്ത്തപ്രകാരം നമ്മളെ വിളിച്ചിരിക്കുക. നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. നമ്മൾ ഈ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. ഈ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളില് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം ജീവിത സാഹചര്യങ്ങളിൽ അന്ധകാര പിശാച് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ദുഷ്ടകോടികളെ വലിച്ചെറിയുകൊണ്ടാണ്. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കിടക്കുമെന്ന്. എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടി കിടക്കാം. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കിടക്കാം. എനിക്കെതിരായി വെല്ലുവിളി നിൽക്കുന്ന ഈ മതിലുകളെ ഞാൻ എന്റെ ദൈവത്താൽ ചാടി കിടക്കുമെന്ന് പറയുവാൻ കഴിയുമെങ്കിൽ രാജാ വീരൽ ഘടക ഓ ഇന്ധന ഘടകന മതിൽ ഘടക ഓ വീര കമ്പനാരക മൗഡൽ ഘടക അഭിഷേകത്തിന്റെ ഫലം പുറപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ ഉത്സവത്തിന്റെ എന്റെ ദൈവത്താൽ ഞാൻ ചാടി കിടക്കും. അഭിഷേകത്തിന് തടസ്സമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തിന് തടസ്സമായി നമ്മളെ പിടിച്ചു കെട്ടി കോട്ടയ്ക്കുള്ളിൽ ദുഷ്ടന്റെ ആഭിചാര കോട്ടകളെ ഇന്ന് രാത്രികാലം ദൈവജനം അകലങ്ങൾ തുറന്ന് കുതിച്ചപ്പോ ഇവിടെ വന്നതായി പൊട്ടി തകർന്ന് തനിക്കോടമാക്കാൻ തോന്നിയ യേശുവിന്റെ നാമത്തില് വചനത്തിന്റെ ശക്തി വെളിപ്പെടാൻ തോന്നിയ വീര ഇമ്പര മൗന രാജ വീരൽ ഘടക അക്കര വീരൽ ഘടകക്കാര ഓ പറഞ്ഞും പൊതിഞ്ഞും തകർക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ പോരുകൾ ദുഷ്ട തീയമ്പുകൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു. വെല്ലുവിളിക്കുന്ന പാരമ്പര്യ ബന്ധന പോരുകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എന്ന രാത്രികാലം പൽത്തേക്ക് നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ബൗഡ രാജ വീരൽ ഘടക അത്തരം ബൗഡൽ ഘടകര ബദല പ്രാർത്ഥനയോടുകൂടി ഇരുന്നാട്ട് രഹസ്യത്തിലും പരസ്യത്തിലും ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. വചനത്തിന്റെ ശക്തിയാൽ ദൈവം വിടുതൽ തരാൻ പോകുകയാണ്. വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ വചനമെന്ന വാൾ അയക്കാൻ പോവുകയാണ്. ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം, ആത്മാവിന്റെ പരിവർത്തനം വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ശരീരത്തെ മനസ്സിനെയോ കെട്ടിവച്ചിരിക്കുന്ന ശാപപോരികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
നമ്മൾ ഈ ലോകത്തിലെ ആർക്കും സ്വന്തമല്ല. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ആർക്കും അടിമയുമല്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് സ്വന്തമാണ്. വലിയ വില കൊടുത്താ വാങ്ങിയിരിക്കുന്നത്. വലിയ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. നമുക്ക് മതിക്കുവാൻ കഴിയാത്ത വലിയ വില കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നിരിക്കുക. എന്റെ അപ്പൻ എന്നെ ഇതുവരെ പരിപാലിച്ചതാണല്ലോ. ഇതാ പശു എന്ന് പറഞ്ഞ നമ്മളോടൊപ്പം കൊടുക്കുന്ന പണം അതല്ല ഇത്. ഈ വില കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത രക്തത്തിന്റെ ഓരോ തുള്ളിക്കും വിലയുണ്ട്. ഈ രക്തത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ ദൈവവചനത്തിൽ നിന്നും പറഞ്ഞതാ. ഈ രക്തത്തിന്റെ മുദ്ര എല്ലാ നെറ്റുകളിലും ഉണ്ടായിരിക്കണം. എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കണം. ഏത് നിമിഷവും കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. സൈക്ലിങ്ങിന് പോകുന്നവര് അവരുടെ ഹെൽമെറ്റിലും അവരുടെ ബാക്ക് സൈഡിലും അവരുടെ കയ്യിലൊക്കെ ഒരു ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്. ആ ബെൽറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടേയിരിക്കും. അത് വിളിച്ചു കാണിക്കുന്നത് ഏത് ഇരുട്ടിൽ പോയാലും ആരെങ്കിലും നടന്നു വരുന്നുവെങ്കിലും ഏതെങ്കിലും വാഹനം വ്യക്തമില്ലാതെ വരുന്നുവെങ്കിലും ഈ സൈക്കിൾകാരൻ വരുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുവാനാ. സ്വതന്ത്രം ജീവരക്ഷയ്ക്കായി മറ്റുള്ളവർക്ക് സന്ദേശം പകർന്നു കൊടുക്കുവാൻ അത് അവർ ഉപയോഗിക്കുക. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് ഉള്ളിൽ തന്നിരിക്കുക. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പേരൊന്ന് മുദ്രയിടപ്പെടുമ്പോ ഈ പവർ ഓഫ് ബ്ലഡ് ശക്തിയുള്ള കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി സകല ദുർഘടങ്ങളെയും നമുക്ക് മുമ്പിൽ സകല ദോഷകോട്ടകളെ ഉടച്ചു കളയുവാനും ദൈവത്തിന്റെ അഭിഷേകം വരും. ദൈവജനമേ രണ്ട് ഗുണങ്ങളിൽ കൂടി ദൈവ പൈതലിനെ മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് മനസ്സിലാക്കുന്നത് ഇവനിൽ എന്റെ രക്തത്തിന്റെ മുദ്രയുണ്ടോ, അവന്റെ ഉള്ളിൽ ആത്മാവിന്റെ പരിവർത്തനം നടക്കുന്നുണ്ടോ, അതോ ആത്മാവ് മരിച്ചിരിക്കുന്നോ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രിക്കാലം നമ്മളെ തന്നെ ഒന്ന് കീറി മുറിക്കേണ്ട ദിവസമാണ്. ആത്മാവ് നമ്മളിൽ മരിച്ചിരിക്കുന്നോ, ജീവനുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ സാന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആ 19ാമത്തെ വാക്യം ഒന്ന് വായിച്ച് എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് വായിച്ച്. എന്തെങ്കിലും മനസ്സിലാകണോ? നമ്മൾ സാധാരണ തോരങ്ങ് വായിച്ചങ്ങ് പോവുക. എപ്പോഴും അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി എന്നും എന്നും എന്നും. ഉടനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. പാസ്റ്ററെ എന്ന് പറഞ്ഞാൽ ഞാൻ പാപം ചെയ്യുമ്പോഴും ഉണ്ടാകുമോ? അന്നേരം മരിച്ചു. നമ്മളല്ല മരിച്ചത്, ആത്മാവും മരിച്ചു. ഈ ബൾബ് ഇവിടെ കത്തണമെങ്കിൽ മെയിൻ DB ബോക്സിൽ നിന്നൊരു കണക്ഷൻ ഇവിടെ സ്വിച്ച് വഴി വന്നിരിക്കുക. DB ബോക്സിന് സ്വിച്ച് വരെ പവർ വന്നിട്ട് അവിടെ നിങ്ങോട്ട് എവിടെയെങ്കിലും ഡിസ്കണക്ട് ആയിപ്പോയി നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ ലൈറ്റ് കത്തത്തില്ല. എത്ര പേർക്ക് രാത്രികാലം മനസ്സിലായി? പവറുണ്ട്, പക്ഷെ കത്തത്തില്ല. കാരണം കത്തായി കിടക്കുക. ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം പിശാച് വ്യത്യസ്തമായി നമ്മളെ ആഴങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുക. ദുഃഖം, നിരാശ,
വേദന, രോഗം, ക്ഷീണം, ആമേൻ, അങ്ങനെ സകലത് മാറ്റി പിശാച് തരും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ്. ഉറങ്ങാൻ കിടന്ന ഉറങ്ങുന്നില്ല. ഇത് പിശാചിന്റെ പദ്ധതിയാ, പിശാചിന്റെ പദ്ധതിയാ, ഇത് പിശാചിന്റെ പദ്ധതിയാ. എന്നിലുള്ള ആത്മാവിനെ മരിപ്പിക്കുവാൻ വേണ്ടി പിശാച് ചെയ്യുന്ന പദ്ധതിയാണെന്ന് ആമേൻ എത്ര പേർക്ക് മനസ്സിലാകും? എത്ര പേർ ആ പോരിൽ നിന്ന് ജയിക്കും? അവിടെയാ വിടുതല, അവിടെ ആത്മാവിന്റെ പുതുക്കം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, അവിടെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം വ്യാപരിക്കാൻ തുടങ്ങുന്നത്. ഒരു ദിവസം പ്രാർത്ഥിക്കാനിരുന്നു. അന്നിച്ചിരി ജോലിഭാരം കൂടിയത് കൊണ്ട് എളുപ്പം അങ്ങ് നിർത്തി. പിറ്റന്ന് ജോലിഭാരമൊന്നുമില്ല, അതിൽ നിന്നും എളുപ്പം നിർത്തും. അതിന്റെ പിറ്റന്ന് വേറൊരിടത്ത് പോകാനുള്ളത് കൊണ്ട് അതിൽ നിന്നും എളുപ്പം നിർത്തും. അങ്ങനെ ആത്മീയ ജീവിതത്തെയും പരിശുദ്ധാത്മാവിനെയും ഉള്ളിൽ മരിപ്പിച്ചു വെച്ചുകൊണ്ട് വ്യത്യസ്തമായ പ്രലോഭനങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളെ തകർക്കുവാൻ നോക്കുമ്പോ ദൈവജനമേ ഉണരേണ്ട സമയമായി. ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല നമ്മൾ മതിൽ ചാടേണ്ടവരാ. കെട്ടിയിരിക്കുന്ന മതിലുകളെ ചാടണം. ആര് തന്നെ മണ്ണ് കെട്ടിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. കൃപയുള്ളവൻ അതൊരു പ്രശ്നമേ അല്ല. ആത്മാവ് ജീവനുള്ളവൻ അതൊരു പ്രശ്നമേ അല്ല. ആത്മാവ് ജീവമുള്ള ദൈവ പൈതലിന് അവൻ മതിലുകളൊരു പ്രശ്നമല്ല, തടസ്സങ്ങളൊരു പ്രശ്നമല്ല, അവൻ വീഴ്ചകളൊരു പ്രശ്നമല്ല. അവർ അതിനെ ചാടിക്കടക്കും. ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. രാജ്യാംഗങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഹൃദയം കൊണ്ട് മാത്രമല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരം കൊണ്ടെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? അവരുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി കവിളിൽ നിന്നും മറ്റൊരു കവിൾ വരെ തുളച്ച് കമ്പി കുത്തിക്കയറ്റിയും നോമ്പ് നോക്കി വ്രതം നോക്കി ശരീരത്തെ മുഴുവനും മൂക്കിൽ തൂക്കിയിട്ട് ദീർഘദൂരം പ്രദർശനം ചെയ്യുന്നതും ഒന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്നത് 150-ാം സങ്കീർത്തനം പറയുന്നത് പോലെ ആമേൻ, അല്ലെങ്കിൽ 10 കമ്പിയുള്ള വീണ കൊണ്ട് കൈത്താളത്തോട് ദൈവസന്നിധിയിൽ ദൈവം തന്ന ശരീരം കൊണ്ട്, ദൈവം തന്ന വായു കൊണ്ട്, ദൈവം തന്ന ആരോഗ്യം കൊണ്ട് അല്പമേ ശേഷി കൊള്ളുവെങ്കിൽ സന്തോഷത്തോട് ദൈവത്തിന് കൊടുക്കുമ്പോൾ സമൃദ്ധിയായി നിറച്ചു വരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അങ്ങനെ നമ്മുടെ മേൽ ഇറങ്ങി വരും. ദൈവത്തിന് നമ്മൾ വല്ലാതെ പിശാച് നിരാശയിലിടും. വീണു പോകരുത്. അല്പമേ ശേഷി ബാക്കി വരുന്നുവെങ്കിലും, അല്പമേ ജീവനുള്ളൂ എങ്കിലും അവിടെ കിടന്ന ദൈവത്തെ സ്തുതിക്കണം. ഗ്ലോറി 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 ഗ്ലോറി. നിരാശയുടെ അങ്ങേ തട്ടിൽ പോയാലും വീണു പോകരുത്. അവിടെ ഇരുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പിശാച് എന്നിലുള്ളത് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാ. പിശാച് എന്നിലുള്ളത് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാ. ഞാൻ ജീവിക്കാനുള്ളവനാ. ഞാൻ താറടിയായി പോകേണ്ടവനല്ല, പിന്നെയോ ഞാൻ എന്റെ ദൈവത്തെ ഉയർത്തേണ്ടവനാ. ദൈവത്തിന്റെ മഹത്വം ആകെയാണ് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. നമുക്ക് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യം. റോമൻ ചാപ്റ്റർ 14:7-8. നമ്മളാരും തനിച്ചാൽ തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവ തന്നെ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോണം കേട്ടോ. ഓരോ വിശ്വാസികളുടെയും ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഈ ഉറപ്പുണ്ടായിരിക്കണം. പിശാച് ഒരു നിരാശ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. എന്ത് തന്നെ എന്റെ ജീവിതത്തിൽ പ്രതികൂലമായി വന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എങ്കിലോ
ഞാൻ മരിക്കുന്നുവെങ്കിലും അത് കർത്താവിന് തന്നെയാണ്. മരണത്തിൽ നിന്ന് പോലും എന്റെ കർത്താവിൽ നിന്നും എന്നെ ആർക്കും പിരിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ഉറച്ച തീരുമാനവും ആ ഉറപ്പിന്റെ മേല ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേലെ ഇറങ്ങി വരുന്നത്. ആ ഉറപ്പ് നമ്മുടെ മേൽ വരുമ്പോൾ മരണത്തെ ജയിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. മരിക്കുന്നവരെ ഉയർപ്പിപ്പാൻ ദൈവം നമുക്ക് അഭിഷേകം തരും. ഇതാണ് ദൈവം. ഘടക മൗഡൽ ഘടകക്കാര അത്തരം മൗഡൽ ഘടകരവതരക്കാര ആത്മാവിൽ മരിച്ചു കിടക്കുന്നത്, ജഡത്തിൽ മരിച്ചു കിടക്കുന്നത്, നിരാശയെന്ന ആഴക്കടയിൽ കിടക്കുന്ന അനേകരെ കരം പൊക്കി ദൈവം ഈ നാളുകളിൽ നിങ്ങളിൽ കൂടി ഉയർത്താൻ പോവുകയാണ്. തിരമാലകളെ കണ്ട് ഭയപ്പെടരുത്. തിരമാലകളെ കണ്ട് ഭയപ്പെടരുത്. നിരാശയുടെ നടുവിൽ കിടക്കുന്നവരുടെ ഇടയിൽ ഇറങ്ങിപ്പോകുമ്പോൾ കടന്നു വരുന്ന തിരമാലകളെ കണ്ട് ദൈവജനം ഭയപ്പെട്ടു പോകരുത്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ പടകിലുള്ള യേശുവ, നമ്മുടെ പടകിലുള്ള കർത്താവായ യേശുവ, അവൻ നമ്മുടെ കൂടെ ഉള്ളത് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. നമ്മൾ ആരും തനിക്കാൽ തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കാൽ തന്നെ മരിക്കുന്നുമില്ല. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനുള്ളതാ. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനുള്ളതാ. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനുള്ളത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഏലിയാവ് വാലിന്റെ പ്രവാചകന്മാരെ ഒന്നാം കൊലപ്പെടുത്തിയത് ദൈവജനമേ. ശിംശോന്റെ കയ്യിൽ കിട്ടിയ വെറും ഒരു പച്ച താടിയല്ല. ഈ താടിയല് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ശിംശോൻ ചിന്തിച്ചില്ല. ഈ താടിയലിനെ എന്റെ ദൈവം എനിക്ക് ആയുധമായി തന്നിരിക്കുന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി ആമേ ശത്രുവിനെ ഒന്നായി ഒതുക്കുവാൻ ദൈവം കൃപ കൊടുക്കുമെങ്കിൽ നമുക്കെതിരായി, നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരായി, നമ്മുടെ ഭൗതിക ജീവിതത്തിനെതിരായി ഒളിയിരുന്ന് പോരാടുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒളിയിരുന്ന് പോരാടുന്ന അന്ധകാല ശക്തിയെ ഒന്നായി ഉടച്ചു കളയുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുക. ദൈവജനമേ, അതിനുള്ള കൃപ ദൈവം നമുക്ക് തന്നിരിക്കുക. അതിനുള്ള അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ബലഹീനനാ, എന്നിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, നിന്നിലുള്ള പരിശുദ്ധാത്മാവ്, നിന്നിന്റെ ഉള്ളിലുള്ള ആത്മാവിൽ നിന്ന് ഉണരുന്നുവെങ്കിൽ നിന്നിൽ കൂടി എനിക്ക് ചിലത് ചെയ്തെടുക്കാനുണ്ട്. ആത്മാവൊന്ന് ജീവൻ വെക്കട്ടെ. ആത്മാവൊന്ന് ജീവൻ വെക്കാതെ എത്ര തീ കത്തിച്ചാലും കത്തത്തില്ല. എണ്ണയുണ്ടാകണം, വിളക്കിൽ എണ്ണയുണ്ടാകണം, എണ്ണയുണ്ടാകണം. എണ്ണ അഭിഷേകത്തിന്റെ എണ്ണ ഇന്ന് ഹൃദയങ്ങളുടെ മേലോട്ട് ഇറങ്ങട്ടെ. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ തീ കത്തിക്കുമ്പോൾ അനേകർക്ക് വെളിച്ചമാകാൻ പോകുക. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇന്നലെ വരെ ഈ കർത്താവിന്റെ വചനം കൊണ്ട് നടന്ന നമ്മള് നാളെ ആർക്കും വേണ്ടാതെ നിന്ദാപാത്രമായി അനാഥനായി വഴിയരികൾ വീണ് കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന കറിയപ്പല പോലെ മനുഷ്യർ നമ്മളെ വലിച്ചെറിഞ്ഞാൽ വലിച്ചെറിയാത്ത ദൈവം നമ്മുടെ കൂടെ ഇരിക്കുക. ഈ കർത്താവ് പറയെ, എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതി ഉണ്ട്, എനിക്ക് നിന്നെ വേണം. ഈ തോട്ടിലെ വെള്ളം മാറ്റിയാൽ അത് നിനക്കായി ഞാൻ വേറെ ചിലത് ഒരുക്കിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനമേ, മരിച്ചാലും ജീവിച്ചാലും ഞാൻ യേശുവിനുള്ളവനാണെന്ന് വിശ്വാസത്തോട് പറയുവാൻ കഴിയുമെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. നമുക്ക് വായിക്കാം 1 Corinthians 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 1 Corinthians chapter 3 verse 16. ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് അറിയില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണോ? എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്? ഉറപ്പുള്ളവർ അടുത്തുള്ളവർക്ക് കരം കൊടുത്ത് പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ മന്ദിരമാ. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാ. ദൈവത്തിന്റെ മന്ദിരം എപ്പോഴും എന്തായിരിക്കണം? പരിശുദ്ധമായിരിക്കണം.
ദൈവത്തിന്റെ മന്ദിരം ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും സ്തുതി മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ദൈവത്തിന്റെ മന്ദിരത്തിൽ നിന്ന് സ്തുതി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ദൈവത്തിന്റെ മന്ദിരം സ്തോത്രയാഗം കൊണ്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 4 ഫോൺ 2 ചെവിയാ ദൈവം തന്നിട്ടുള്ളത്, പക്ഷെ 4 ഫോണും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ പോക്ക്. അവിടെ എങ്ങനെയാ സ്തോത്രം നിറഞ്ഞു വരിക? ദൈവം നമ്മളിൽ കൂടി പ്രവർത്തിച്ചതാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് ലോകകാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറയുവാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഈ ക്വസ്റ്റ്യന്മാർക്ക് ചിലപ്പോൾ നേരെ തിരിഞ്ഞ് വന്ന് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുകയും ചെയ്യും. ഈ പൊക്കിയെടുക്കുമ്പോൾ ഭൂമിയിൽ വല്ല ആകാശത്തിനുള്ള ഇടയിലായിരിക്കും നിൽക്കുന്നത്. മനസ്സിലാക്കേണ്ട സമയം മനസ്സിലാക്കിയില്ലെങ്കിൽ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ കുറച്ച് ദിവസം ഞാൻ ഭൂമി നിൽക്കുന്നു. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആത്മാവിനെ പ്രാപിക്കേണ്ടവണ്ണം പ്രാപിച്ചില്ല എങ്കിൽ ക്വസ്റ്റ്യന്മാർക്ക് നോക്കി അതൊന്ന് നോക്കി വളഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കുക. വളഞ്ഞിട്ട് അടിയിലൊരു പുസ്തകമുണ്ട്, നിന്നെ പിടിച്ച് തൂക്കി ഇങ്ങനെ കെട്ടിയിടുക. മനസ്സിലാക്കേണ്ട സമയം മനസ്സിലാക്കി പ്രാപിക്കേണ്ടവണ്ണം പ്രാപിക്കുന്നുവെങ്കിൽ ആ അഭിഷേകത്തിന്റെ ഒഴുക്ക നമ്മുടെ ജീവിതത്തിൽ മേലെ ഇറങ്ങി വരും. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ചാനൽ ക്ലീൻ അല്ല എങ്കിൽ ഇത് 4 സൈഡും വെള്ളം ചെറിയാണ്. എത്തേണ്ട കാര്യം എത്തത്തില്ല. നമ്മൾ അതിന് യോഗ്യരാണെന്ന് നമ്മളിലുള്ള ആത്മാവ് ഹല്ലേലൂയ ജീവനുണ്ട്. ആത്മാവിൽ കൂടി എപ്പോഴും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മന്ദിരത്തെ വിശുദ്ധമുള്ളതായി ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിന് മേല അതിനായി രൂപാന്തരപ്പെട്ടുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വായിക്കാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:20. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിന്റെ ജീവനാൽ ആകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മധുപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിന്റെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് ഈ പ്രത്യാശയുണ്ടോ? ഈ സ്തോത്രമൊന്നും കേട്ടിട്ട് പ്രത്യാശയൊന്നുമില്ല. പ്രത്യാശയുള്ളവർ ഉണർന്നിരിക്കും. ആ സ്തോത്രം കേൾക്കുമ്പോഴറിയാം അവരുടെ പ്രത്യാശയുടെ വലിപ്പം മനസ്സിലാക്കണമെന്ന്. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകൾ മാറിപ്പോകും. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊന്ന് വരണം. എന്റെ കർത്താവ് എനിക്കായി കരുതിയിട്ടുണ്ട്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ നൃത്തം ചെയ്യും. എന്റെ കർത്താവിന്റെ നാമത്തിൽ എനിക്കെതിരായി വരുന്ന ശാപഭോരികളെ ഞാൻ തകർത്തുടച്ചു കളയും. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടും. പൂർണ്ണതയില്ലാത്തതിനെ പൂർണ്ണതയാക്കുന്ന അടിമനാഥനായ കർത്താവിന്റെ സാന്നിധ്യം അതൊന്ന് നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളിലൊന്ന് ഇറങ്ങി വരുമ്പോ ഇന്നലെ വരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിത ഭാരവുമായി മുൻപോട്ട് പോകുന്ന അവസ്ഥകളാ. ദൈവത്തിന്റെ പൈതല് വിഷയങ്ങൾക്ക് പരിഹാരം ഒരുക്കിക്കൊണ്ട് പരിഹാരം തരുന്ന കർത്താവിന്റെ വലിയ വിടുതൽ അനുഭവിച്ചുകൊണ്ട് ഇരിക്കാൻ സമയം കിട്ടാതെ വണ്ണം കുറേ കർത്താവിന്റെ സാക്ഷികളായി എന്ന രാത്രികാലം നമ്മളെ കുറിച്ച് പദ്ധതി കൊണ്ട് അതിനായി ദൈവത്തിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉടച്ചുകളയുമെന്ന് അവൻ ശാസ്ത്രവിന്റെ മുമ്പിൽ ദൈവം ഉടയ്ക്കുവാനല്ല ദൈവം പണിയുവാനാ പോകുന്നത്. എന്നിവിടെ ഉറപ്പിച്ച് നിർത്തത്തില്ല എന്ന് വാദിക്കുന്ന സാത്താന്യ കോടികളുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയോ ദൈവത്തിന്റെ ആത്മാവ് പറയുക നിന്നെ ഞാൻ ഇവിടെ നിർത്തും, നിന്നെ കൂടി ഞാൻ പണിയും. പൊളിച്ചു കളയുവാനല്ല, അമ്മ പൊളിഞ്ഞ് കിടക്കുന്നതിന് ചിലതിനെ പണിതുയർത്തുവാന് സർവശക്തനായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ പൊളിഞ്ഞ് ശൂന്യമായി കിടക്കുന്നതിന്, ആർക്കും വേണ്ടാതെ കിടക്കുന്നതിന് കർത്താവ് തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടി വെളിപ്പെടാൻ. എപ്പോഴും സംസാരിക്കണം നിരാശയുള്ളൂ.
പ്രത്യാശയില്ല. പ്രത്യാശയില്ലാതെ വരുമ്പോൾ നിരാശയാ. പ്രത്യാശ നഷ്ടമാകുമ്പോൾ നിരാശ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം നന്മയ്ക്കായ. എന്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം നന്മയ്ക്കായ. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മയ്ക്കായിട്ടാണോ? ഏതെല്ലാം സാഹചര്യത്തില് എവിടെയെല്ലാം വീണ് അംഗവൈകല്യങ്ങൾ സംഭവിക്കേണ്ടവരായിരുന്നു, അവിടെ നിന്നെല്ലാം കർത്താവ് ചിറകിന്റെ മറവിൽ പരിപാലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മളോട് പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. സറാബുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽപാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന അത്യുച്ചത്തിൽ രാവും പകലും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു, എന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിൽ കൂടി വീണ്ടെടുത്ത ദൈവജനം ഇടപെടാതെ എന്നെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ എന്റെ ദയ ഞാൻ അവരുടെ മേൽ പകരുമായിരുന്നു. അവർ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ, അവർ ഒന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ, അവർ എങ്കിലേക്കൊന്ന് നോക്കിയെങ്കിൽ, അവർ എന്റെ സന്നിധിയിൽ ഒന്ന് കരം നീട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് അവരെ അനുഗ്രഹിക്കാമായിരുന്നുവെന്ന് സർവശക്തനായ ദൈവം കൃപകളും കൃപാവരങ്ങളും വെച്ചുകൊണ്ട് നമ്മുടെ വിളിക്കായി കാത്തിരിക്കുന്നു. ഒന്നൊരുങ്ങുവാൻ കഴിയുമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നമ്മൾ എത്ര കള്ളറ പുരട്ടിയാലും ഇത് നമുക്ക് സ്വന്തമല്ല. നമ്മൾ കൽപ്പിക്കാൻ നോക്കിയാലും നമ്മൾ വെളുപ്പിക്കാൻ നോക്കിയാലും ഇതെനിക്ക് സ്വന്തമല്ല. ഈ ശ്വാസം നിലച്ചാൽ പോയി. സർവശക്തനായ ദൈവം തന്ന ഈ ശ്വാസം തിരികെ എടുത്താൽ കഴിഞ്ഞു. അഭിഷേകത്തിന്റെ നിറവിൽ നിറഞ്ഞ് ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പൂർണ്ണതയിലെത്തി ക്രിസ്തു ഇരിക്കുന്ന മന്ദിരം, ഈ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന മന്ദിരം പൊളിച്ചു കളയരുത് എന്ന് ജീവിതത്തിൽ ഒരു ആഗ്രഹം വച്ചുവാൻ കഴിയുന്നു. കർത്താവേ, ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് ജോലി കിട്ടണം എന്ന് രണ്ടാമത് പ്രാർത്ഥിക്കുക. കർത്താവെ, ജീവിത സാഹചര്യങ്ങൾ മാറ്റി തരണമെന്ന് രണ്ടാമത് പ്രാർത്ഥിക്കുക. കർത്താവെ, പരിശുദ്ധാത്മാവ് വർത്തിക്കുന്ന ഈ മന്ദിരം പൊളിഞ്ഞു പോകാതെ ആത്മാവിന്റെ ശക്തിയിൽ ദൈവമേ അങ്ങേ സ്തുതിപ്പാൻ, അഭിഷേകത്തിന്റെ ആധിക്യത്തിൽ അങ്ങേ സ്തുതിപ്പാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ദൈവം നമുക്ക് മുമ്പായി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിഷയങ്ങളൊന്ന് മാറ്റിവെക്കാമെന്ന് രാത്രികാലം കർത്താവിന്റെ ആ സാന്നിധ്യം നമ്മുടെ മേലൊന്ന് ഇറങ്ങി വരട്ടെ. ആ അഭിഷേകത്തിന്റെ ഒഴുക്ക് നമ്മുടെ മേലൊന്ന് ഇറങ്ങി വരട്ടെ. എന്നിട്ട് അഭിഷേകത്തിന്റെ ശക്തിയിൽ നിന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പിന്നെ പുതിയ സൃഷ്ടിയായി. ക്രിസ്തുവിലാകുന്നതിന് മുമ്പുള്ള പ്രകാശപത്രമല്ല, ക്രിസ്തുവിലായതിനു ശേഷം. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അത് ക്രിസ്തുവിലായതാണ്. പിന്നെ ആ മന്ദിരം ക്രിസ്തുവിനുള്ളതാണ്. ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയതാണ്. എഗ്രിമെന്റ് ചെയ്തിരിക്കുക, എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുക. അവൻ എന്നെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞു, അവൻ അല്ലെങ്കിൽ അവനെ ഞാൻ ഏറ്റെടുത്തിരിക്കുക. അവൻ എന്റെ സഭയോട് ചേർന്ന് അവൻ മണവാസിയായി ഒരുങ്ങി നിൽക്കുക. അവനിൽ എന്റെ ആത്മാവിനെ ഒന്ന് പകർന്നു കൊടുക്കണം. എനിക്ക് അവനിൽ കൂടി ജനങ്ങളോട് സംസാരിക്കാനുള്ളത് ഞാൻ അവനെ എടുത്ത് ഉപയോഗിക്കുമെന്ന് ദൈവം ചിന്തിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരുന്നത്. അതിനായി നമ്മളൊന്ന് ഒരുങ്ങണം. പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരം മതി. എന്തിനാ ഉത്തരം മതി? എന്ത് പ്രസാദ കാലമാ? എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു, ഞാൻ നല്ല സ്റ്റൈലൊക്കെ ജീവിച്ച കാലത്ത് ദൈവം എനിക്ക് ഉത്തരം മതിയെന്നല്ല. സ്തോത്രം. ദൈവം എന്നോട് പ്രസാദം തോന്നിയ സാഹചര്യത്തിൽ ദൈവം എനിക്ക് ഉത്തരമല്ലേ. ദൈവം ഈ സഹോദരനോട് പ്രസാദം തോന്നിയ സമയത്ത് ദൈവം ആ സഹോദരൻ ഉത്തരമല്ലേ. ദൈവം എന്തിലാ പ്രസാദിക്കുന്നത്? സ്തോത്രം എന്ന യാഗത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, കകനയാഗം നിനക്ക് ഇഷ്ടമല്ല, അത് ഇഷ്ടമായിരുന്നുവെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ആമേൻ. യഹോവേ, നീ സ്തോത്രയാഗത്തിൽ പ്രസാദിക്കുന്നവനാണല്ലോ.
എന്റെ സ്തോത്രം നീ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനങ്ങളെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നത്തിന് ദൈവം നമുക്ക് തരും. എനിക്കറിയാം ചില ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക, ചിലർ സമർപ്പിച്ചുകൊണ്ടിരിക്കുക, ചിലർ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, ചിലർ ഇവിടെ നിന്ന് പോയിട്ട് എന്ത് കഴിക്കുമെന്ന് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ചില ഹൃദയങ്ങളുടെ പേരിൽ ഇന്ന് രാത്രികാലം ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുക. അടിയനിത എന്നെ വിടുവിക്കണമേ, അങ്ങനെ വാക്യം വായിച്ചു എന്നെ വിടുവിക്കണമേ. ദേശത്തിൽ നഷ്ടമായതിനെ തിരിച്ചു പിടിച്ചെടുക്കുവാൻ ദൈവം ഒരു ശമൂവേലിനെ ഉണർത്തിയെങ്കിൽ, എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, ബാലനായിരുന്നപ്പോൾ സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ, ഇന്ന് രാത്രികാലം കർത്താവായ യേശു ചില വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. കർത്താവിന്റെ നാമത്തെ ഉയർത്തുമെന്ന് ഉറപ്പുള്ളവർക്ക് ദൈവം തന്റെ കൃപകൾ പകർന്നു കൊടുക്കാൻ പോവുകയാണ്. എന്ന നാമത്തെ അവൻ ഉയർത്തുന്നത് കൊണ്ട് അവൻ നിന്നാപാത്രമാകരുത്, അവൻ അധികാരം ഇടണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടുന്നത് പുറകെ തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന രാത്രികാലം ചില ഹൃദയങ്ങളെ ഹേമിച്ചുകൊണ്ടിരിക്കുക, ചില വ്യക്തി ജീവിതങ്ങളോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. നീ നിന്ന പാത്രമായി, ആർക്കും കൊള്ളാത്തവനായി, ആർക്കും വേണ്ടാത്തവളായി, ആമേൻ താറടിയായി പോകുവാനല്ല ദൈവത്തിന്റെ ആത്മാവ് എന്ന നിമിഷം ആഗ്രഹിക്കുന്നത് നിന്നെ മാനപാത്രമാക്കുവാൻ, അവൻ എല്ലാവരുടെ മുമ്പിൽ ഉയർത്തുവാൻ കർത്താവിന് പദ്ധതി കൊണ്ട് ദൈവജനമേ. ആമേൻ സമൂഹത്തിലും ദേശത്തിലും വീട്ടിലും കുടുംബത്തിലും നീ നിന്ന പാത്രമായി ആമേൻ ചവച്ചു തുപ്പിയ ആമേൻ മറ്റുപോലെ ആർക്കും വേണ്ടാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എനിക്ക് നിന്നെ വേണം. എനിക്ക് നിന്നെ കൊണ്ട് ഉദ്ദേശമുണ്ട്. നീ ഒന്ന് മനം തിരിഞ്ഞ എന്റെ സന്നദ്ധി വരുന്നുവെങ്കിൽ ഞാൻ നിന്റെ മേല് എന്റെ ആത്മാവിനെ പറയും. നീ ഒന്ന് മനം തിരിയുമെങ്കിൽ ഈ സായാല് ഞാൻ നിന്നെ വീണ്ടും വീണ്ടെടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന വ്യത്യസ്തമായ വഴികളിൽ കൂടിയാണ്. ഇതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താതെ, ഹൃദയത്തിന് ഉള്ളിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ, ജീവിതത്തെ നഷ്ടമാക്കിക്കൊണ്ട് ആമേൻ വേദനയിലും ഞെരുക്കത്തിലും ആമേൻ വീണെടുത്ത് തന്നെ വീണ്ടും കുഴഞ്ഞു ആമേൻ ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണർന്നെടുക്കുവാനാ ദൈവത്തിന്റെ ആത്മാവ് എന്ന് രാത്രികാലം ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നത്. ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ? ഒന്ന് വിടേണ്ടതിനെ വിടാൻ കഴിയുമോ? ആരുമില്ല എന്നുള്ള അവസ്ഥയൊക്കെ വിട്ട് കളയാം. യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആര് നമുക്ക് വേണം? ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. Nothing possible from God. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ശൂന്യതയിൽ നിന്നും ചിലത് ഫണ്ട് ഉയർത്തുവാനാ ദൈവത്തിന് ആഗ്രഹം. നിന്റെ ശൂന്യമായ ഹൃദയം ഒന്ന് കർത്താവിന് കൊടുക്കാമോ? നിന്റെ ബലഹീനമായ ശരീരം കർത്താവിനൊന്ന് കൊടുക്കാമോ? നിന്റെ രോഗം പിടിച്ച ഈ മന്ദിരമൊന്ന് കർത്താവിന്റെ സംഗതി ഏൽപ്പിക്കാമോ? വേക്കുവർക്ക് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്, രോഗസൗഖ്യം തരുന്ന കർത്താവുണ്ട്. രോഗം എന്താണോ വിഷയമല്ല, സകല രോഗങ്ങൾക്കും വൈദ്യനായി യേശുവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ശൂന്യതകളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. എത്ര ചെറിയൊരു വീട് നമ്മൾ വാങ്ങിയാലും വാങ്ങിയാൽ ഉടനെ ഒരു ചെറിയൊരു മെയിൻ്റനൻസ് നമ്മളതിന് നടത്തും, ഉറപ്പാണ്. കർത്താവിന് ചില വ്യക്തികളെ വാങ്ങാൻ പോകും. ചിലത് കർത്താവ് അവിടെ ജഡ ശരീരത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പോവുക, അവിടെ രോഗങ്ങളെ മാറ്റാൻ പോവുക, അവിടെ ക്ഷീണങ്ങളെ മാറ്റാൻ പോവുക, അവിടെ ആത്മാവിന്റെ ദാരിദ്ര്യം മാറ്റിക്കൊടുക്കാൻ പോവുക. അങ്ങനെ ഹല്ലേലൂയ, അങ്ങനെ അവിടെ സകല ബലഹീനതകളോ യേശുവിന്റെ നാമത്തിൽ ഇവിടെ തൊടാൻ പോകുക.
വിശ്വസിക്കുന്ന ദൈവജനമേ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അധര ധീര രിംബര ഘടകക്കാര ഓ സാവരോത്തര ക്രിസ്തുവിന്റെ നാമത്തില വചനത്തിന്റെ ശക്തിയാൽ ജയമെടുക്കുക. രോഗബാധകൾ അലറിക്കൊണ്ട് ഓടുന്നതിനായി ഘടകം ഇന്ന് കണ്ട മിശ്രമിനെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന അരുളി ചെയ്ത ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വിശ്വസിച്ച ചില വ്യക്തി ജീവിതങ്ങളുടെ മേല അവരെ ആണ്ടുകളായി മാസങ്ങളായി ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗശാപ പോരികളിൽ നിന്ന് എന്ന് രാത്രികാലം അവിടുന്ന് വിടുതൽ അയച്ചതിനായി സ്തോത്രം. എന്ന് രാത്രികാലം അങ്ങയുടെ കരം തൊട്ടതിനായി സ്തോത്രം. അങ്ങയുടെ കരമൊന്ന് തൊട്ട തളിങ്ങിയിരിക്കുന്നത് നേരെയായതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ആണിക്കൊഴുത കരം തൊട്ട വേദനകൾ മാറിയതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ആണിക്കൊഴുത കരം തൊട്ട് അകത്തും പുറത്തുമുള്ള രോഗബാധകൾ യേശുവിന്റെ നാമത്തില് എന്ന് മഴ തന്നേക്കുമോ ഓ തകർന്നുടഞ്ഞതിനായി യേശുവിന്റെ നാമത്തില് ജയമെടുക്കുക. നമ്മുടെ കർത്താവ് നമ്മളെ വാങ്ങിയെങ്കിൽ പുറത്ത് മാത്രം പെയിന്റ് അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല, പ്രോപ്പറായി നിന്നെ പണിത് പുറത്ത് കൊണ്ടുവരും. പ്രോപ്പറായി പണിത് പുറത്ത് കൊണ്ടുവരും. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് വലിക്കുന്ന കെട്ടുകളെ ഒന്നൊന്നായി അവൻ പൊട്ടിച്ചിരിക്കുക. ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ശരീരം കൊണ്ട് മഹത്വപ്പെടുത്താൻ പറഞ്ഞപ്പോൾ നമ്മുടെ ശരീരം ക്ഷീണപ്പെട്ടുകൊണ്ടിരിക്കുക. കൈയടിച്ചിട്ട് എന്ത് പ്രയോജനം, ആരാധിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് പിശാചിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ചിന്ത കൊടുത്തുകൊണ്ടിരിക്കുക. എന്റെ ബലഹീനത ദൈവം അറിയുന്നല്ലോ എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ ദൈവം പറയുന്നത് അവന് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും അവൻ എന്തുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. ചില കുഞ്ഞുങ്ങള് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ആ കുഞ്ഞ് എന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു. ഓക്കെ, ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. നല്ല സ്തോത്രം, പല കുഞ്ഞുങ്ങളും അവരൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. ചോദിക്കാതെ കൊടുക്കുമ്പോൾ അതിനൊരു വിലയില്ലല്ലോ എന്ന് വിചാരിച്ച് പലപ്പോഴും അവർക്കായി വാങ്ങിയത് തന്നെ പൂട്ടി വച്ചിരുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. നമ്മൾ ചോദിക്കേണ്ടവണ്ണം ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ അന്നേരം ഒന്നാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 18 and 19. പാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നു വെള്ളി മുതലേ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായിട്ടും ഞാൻ വിലയേറിയ രക്തം കൊണ്ടെത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും ഒന്ന് വായിക്കണം. എല്ലാവരും ഒന്ന് വായിച്ചാട്ടെ. പാരമ്പര്യവുമായുള്ള വൃദ്ധം എന്ന് പറഞ്ഞാൽ അവനല്ലേ ഒന്നുമില്ല അല്ലേ? സ്തോത്രം. അങ്ങനെയാണോ അർത്ഥം? അവൻ ഒന്നുമില്ലാത്ത, ശൂന്യമായ, വൃദ്ധമായ, ഒന്നുമില്ലാത്ത, ഒന്നിനെ കൊള്ളാത്ത പാരമ്പര്യമായ നടക്കുന്നുണ്ട്. ആർക്കും വേണ്ടാതെ കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്ന, ലോകം അറിയാതെ കിടന്ന, എല്ലാവരും നിന്ദിക്കപ്പെട്ടിരുന്ന പാരമ്പര്യത്തിൽ നിന്നും നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി
മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിളിയേറിയ രക്തം കൊണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. രംബര ബൗഡ രാജൽ ഘടകശാര അധര ബൗഡൽ ഘടകര വദരശാര ബൗഡൽ ഘടകശാര. ഓ, പൊന്നു കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതല്ല, 30 വെള്ളി കാശ് കൊടുത്ത് വാങ്ങിയതല്ല, 10 വെള്ളി കാശ് കൊടുത്ത് അടിമയ്ക്കായി വാങ്ങിയതല്ല. യേശുവിന്റെ രക്തത്താൽ ആർക്കും വേണ്ടാതെ കിടന്ന സാർക്കും നമ്മൾ വിലയ്ക്ക് വാങ്ങിയതാ. നിർദ്ദേശവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കുക, ഈ ലോകത്തിന്റെ സുഖലോപനരായി നമുക്ക് ജീവിക്കണമോ? ഈ ലോക സുഖലോപനരായി അവൻ വിശാലമായ വഴിയിൽ ജീവിക്കണമോ? അതാ നമുക്കായി വാഗ്ദത്തം ചെയ്തതുപോലെ നമ്മുടെ വാഗ്ദത്തം സാധിക്കുവാൻ എടുക്കവും എടുക്കുമുള്ള വിശ്വാസത്തിന്റെ ജീവിതത്തിൽ കൂടി, വിശ്വാസത്തിന്റെ വാദിയാകുന്ന ജീവിതത്തിൽ കൂടി ജീവിക്കണമോ എന്ന് ഇന്ന് രാത്രികാലം തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നമുക്കുണ്ട്. വിശ്വാസത്തിന്റെ ജീവിതത്തിലാണോ നമ്മൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിശ്വാസത്താൽ അസാധ്യമായതൊന്നുമില്ല. വിശ്വസിക്കുന്ന ഏവരുടെ മേലും യഹൂദനെന്നില്ല, യൗവനനെന്നല്ല, ശമരിയനെന്നില്ല, വിശ്വസിക്കുന്നവരുടെ മേൽ ചൊരിഞ്ഞിറങ്ങുന്ന അഭിഷേകത്തിന്റെ മഴ നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി നിങ്ങൾ പോലും വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം, നിങ്ങൾക്ക് പോലും വിസ്മയം തോന്നുന്ന വണ്ണം ദൈവത്തിന്റെ വലിയ 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 അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. രാജ നീഴൽ കടകര വദരശാര. അനേകർ തള്ളിക്കളയുന്ന കല്ലിനെ ഏറ്റവും മാന്യമായ മൂലക്കല്ലായി മാനിച്ചുവെങ്കിൽ കുടുംബത്തിലെ, ദേശത്തിലെ, കമ്പനികളിലെ, സ്ഥാപനങ്ങളിൽ എല്ലാവരും നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ കണ്ണുനീരൊഴുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിശ്വാസം നിന്നിൽ വർദ്ധിക്കട്ടെ. ആ വിശ്വാസത്തിൽ കൂടി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവനെന്നെ വിലയ്ക്ക് വാങ്ങുന്ന ഉറപ്പ് വരട്ടെ. ആ ഉറപ്പ് വരുമ്പോൾ ക്രിസ്തുവാകുന്ന ശരീരം ആത്മാവിന്റെ പുതുക്കം വെളിപ്പെട്ടുകൊണ്ടേ. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവാകുന്ന ഈ മന്ദിരത്തിനുള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധമായത്, ശുദ്ധമായത്, അതിലൊരു മായവുമില്ല. ഈ ലോകത്തിൽ നിന്ന് എന്ത് വാങ്ങിയാലും മായയാ, മായമാ, എല്ലാത്തിലും മായമാ. എന്നാൽ മായമല്ലാത്ത ഒരു ആത്മാവിനെ തന്നു നിറയ്ക്കുവാൻ നമ്മുടെ കർത്താവ് ഒരുങ്ങി ഇവിടെ കടന്നു വന്നിരിക്കുക. കർത്താവേ, ഞാൻ എന്നെയും എനിക്കുള്ള സകലത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി യാഗമായി അർപ്പിക്കുന്നു. എന്നെ അവിടുന്ന് പണിയണമേ ഒന്ന് നേർപ്പിച്ചു കൊടുക്കാമോ? എന്റെ ശരീരം കൊണ്ട് ഞാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ബലഹീനതകളെ മാറ്റി പണിത് രാജാവിന്റെ രഥത്തിന് മുമ്പേ ഓടുവാൻ തക്കവണ്ണം ഏലിയാവിന്റെ മേൽ ബലം പകർന്ന ദൈവത്തിന്റെ ശക്തി അതിനുപരിയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുക. ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.